വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. ഞാൻ എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പിൽ വന്നത്, പിന്നെ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ക്യാമറ എന്ന് പറയുന്ന സംഭവം ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് ചരിച്ച് വെച്ച് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ നേരെ വെച്ച് ചെയ്താൽ ശരിയാവുമോ, ആൾക്കാർ കാണുമോ എന്നെല്ലാം ഒരു ടെൻഷനും ഉള്ളൊരു ഒരാളായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ ഇല്ല. എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എനിക്ക്. ഒരു വീഡിയോ എടുത്താൽ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ടിക്ടോക്ക് വന്ന സമയത്ത്, ടിക്ടോക്കിലായിരുന്ന സമയത്ത് നല്ല നല്ല വീഡിയോ, നല്ല നല്ല ഫിലിമിലെ ആ സംഭവമൊക്കെ ചെയ്തിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ടിക്ടോക്ക് നമ്മളെ ഈ ഇന്ത്യയിൽ ബാനായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമമായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇത് ബാനായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് എൻ്റെ ഇത്ത പറയുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ യൂട്യൂബിൽ കയറിയാൽ മാത്രം പോരല്ലോ, നല്ല നല്ല കണ്ടന്റ് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കൊല്ലം നല്ലൊരു പ്ലേസാണ്. അപ്പം അതിനെക്കുറിച്ച് എന്ത് വീഡിയോ എടുക്കാമെന്ന് ഞാൻ ആലോചിച്ചിരുന്ന സമയത്ത് എൻ്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വന്ന് കിട്ടിയ ഒരു ചാൻസാണ് കൊല്ലം ഫുഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞ് എടുക്കാൻ. എനിക്കറിയാം ഒരുപാട് ഫുഡ് ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാർ, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടെന്ന്. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചു, എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം ക്യാമറ പിന്നെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എഡിറ്റിങ് ക്യാമറ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു എനിക്ക്. ഇപ്പോഴും ഇഷ്ടമാണ്. എന്നാലും പിന്നെ ആ വന്ന വരികളും എനിക്ക് ഭയങ്കര ഒരുപാട് തടസ്സമുണ്ടായി. ടിക്ടോക്കിലൊക്കെ ആണെങ്കിൽ എൻ്റെ കസിൻസൊക്കെ പറയാമെന്ന്, നീ ചെയ്യുന്ന വീഡിയോ കൊള്ളത്തില്ല, നിൻ്റെ ലിപ്സ് മൂവ്മെൻറ്റ് ശരിയാവണുണ്ട്, നിൻ്റെ ആക്ഷൻ ശരിയാവണുണ്ട്, എല്ലാവരും പറയും. പക്ഷേ അവിടെ ഒക്കെ ഞാൻ എൻ്റെ മനസ്സൊന്നും പതറിപ്പോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ മുമ്പിൽ ഈ കാണുന്ന സാധിക്കത്തില്ല. എൻ്റെ ഫാമിലി, എനിക്ക് ഇത്രയും ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് ഒരു ധൈര്യമുണ്ടെങ്കിൽ ആ ധൈര്യം വെച്ച് നമ്മൾ ആരെന്ത് പറഞ്ഞാലും കീപ് ഗോയിങ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. പിന്നെ ഒരു റീസണബിളി എന്ന് പറഞ്ഞാൽ എനിക്ക് വിക്രമാദിത്യൻ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. വിക്രമാദിത്യൻ സിനിമയ്ക്കകത്തൊരു രംഗമുണ്ട്, നിവിൻ പോളിയുടെയും ഡീക്കോൻ്റെയും. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എല്ലാം ആരൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ആ ലൈഫ് DQയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. അവരുടെ പേര് മിന്നു, പിന്നെ കണ്ണൻ, പിന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് പറ്റും, നിന്നെക്കൊണ്ട് പറ്റും. നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തരാൻ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെ ഉയർച്ച കണ്ടെത്തും അസൂയപ്പെടുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ അസൂയപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നോക്കാൻ നിൽക്കരുത്. നമുക്ക് നല്ലത് വരുന്നവരുടെ മുമ്പിൽ നമ്മൾ കൈ ചേർത്ത് പിടിക്കാം. അവിടെയാണ് സക്സസ്ഫുൾ ഉള്ളത്. പിന്നെ എന്താ പറയുക, ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലുകളും പുച്ഛങ്ങളും പരിഹാസങ്ങളും എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്, ഈ ഒരു ഫീൽഡായാലും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് നല്ല രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടും അവിടെ എനിക്ക് ക്ലിക്കാവാൻ പറ്റിയില്ല. പക്ഷെ അവസാനം എന്നെ ഒരു നല്ലൊരു ഉയരത്തിലേക്ക് എത്തിച്ചത് യൂട്യൂബാണ്. ആ യൂട്യൂബിൽ താങ്ക് യു. കാരണം നമ്മളെ ഉയർച്ച കണ്ടുവരുന്നവരല്ല, നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വരുന്നതാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു
മീഡിയ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണാറുമുണ്ട്. പിന്നെ ടിപ്സിലോട്ട് വരുവാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിൽ ധൈര്യവും ചങ്കുറപ്പും ചെയ്യാനുള്ള ഒരു ഗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ മുമ്പിൽ പോകും. ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പം എന്തിനായി പേടിക്കുന്നത്? നമ്മൾ ക്യാമറ ഓണാക്കി അവരെന്ത് പറയും, ഇവിടെ എന്ത് പറയും, മറ്റവരെന്ത് പറയും എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിലേക്ക് ഇറങ്ങി വാ. ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ്, ആരെയും പേടിക്കണ്ട. അവരാരും നിങ്ങൾക്കൊന്നും കൊണ്ട് തരത്തില്ല. ഞാൻ പറഞ്ഞതല്ല, ഏതോ സിനിമയുടെ ഡയലോഗ്. പക്ഷെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ക്യാമറയെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വന്നിരിക്കും മുന്നോട്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന അവരാരുടെ കയ്യിലുമല്ല നിങ്ങളുടെ ലൈഫിലിരിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുമ്പം അത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. അതുമല്ല, വളരെ തീരുമാനിച്ചെടുക്കുന്ന ഒരു ടിപ്സാണ്. ഈ ക്യാമറ എന്ന് പറയുന്ന സംഭവം നമ്മളെ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ക്യാമറ. അത് എത്ര ആൾക്കാർ കാണും, ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യണമെന്നൊന്നും നമ്മൾ മൈൻഡിൽ വിചാരിക്കും. നമ്മളങ്ങ് വീഡിയോ എടുക്കുക, ബാക്കിയൊക്കെ ഓഡിയൻസ് തീരുമാനിക്കും, ഓഡിയൻസും ദൈവം തീരുമാനിക്കും എന്നൊരു ക്യാപ്ഷൻ നമ്മൾ മനസ്സിൽ നമ്മൾ കൊടുക്കണം. എന്നാൽ നമ്മൾ അടിപൊളിയാവും. അടുത്ത അഞ്ചാമത്തെ ടിപ്സ്. നാലാമത്തെ ടിപ്സ്. 5 വരുന്നേ ഉള്ളൂ. നാലാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരുപാട്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഹേറ്റേഴ്സും എല്ലാവരും വരും. നമ്മൾ അതിനകത്തൊന്നും വീണ് പോകരുത്. നമ്മളെ ലക്ഷ്യം എന്താണോ, നമ്മളെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്കത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുക്കണം. മറ്റുള്ളവർ നോക്കിയേ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ചില ആൾക്കാർ പറയുന്നത് കേട്ട്, അയ്യോ എനിക്കത് പറ്റത്തില്ലടാ, എനിക്കത് പറ്റത്തില്ല, അങ്ങനെ പറയുന്നവരെ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെ പറയുമ്പം അവർ നമ്മളിലേക്ക് ഒരു വേസ്റ്റ് ആയിട്ടുള്ള സംഭവം കൊണ്ടിട്ട് ഇറങ്ങും. ഒരു വേസ്റ്റ് സംഭവം നമ്മളിലേക്ക് കൊണ്ടിട്ട് തരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഫിലിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് വരും. പിന്നെ അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. പിന്നെ നമ്മളെ പേരൻസിനെ ഒന്ന് കാണിക്കണം, ഈ വീഡിയോ കൊള്ളാവും, ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അവർ നമുക്ക് അതിൻ്റേതായ ഐഡിയാസൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ എഡിറ്റിങ്ങൊക്കെ നമ്മുടെ കയ്യിലായിരിക്കുന്നു. പിന്നെന്താണ്, പിന്നെ കമൻസ് നോക്കാതിരിക്കുക. നല്ല കമൻസ് ആണെങ്കിൽ നോക്കുക. പിന്നെ വേറെ കാര്യം, ആർക്കും വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾക്ക് വേണ്ടിയാണ് ചെയ്യാൻ നിൽക്കേണ്ടത്. അപ്പം ആറാമത്തെ ടിപ്സിലോട്ട് വരുമ്പം എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. സ്ട്രഗിൾ, പരിശ്രമം, അതില്ലാതെ ആർക്കും എവിടെ എത്താൻ പറ്റത്തില്ല. നിങ്ങളെ ഡ്രീംസ്, ഞാൻ മുമ്പത്തെ വീഡിയോസൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളുടെ സ്വപ്നം എന്താണ്, അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്താണ്, അത് കണ്ടെത്തി നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുക. അപ്പം മറ്റുള്ളവർ അറിയും, ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കാണിക്കുമ്പോഴാണ് നമുക്കൊരു വിജയമുണ്ട്. ഇനി ഏഴാമത്തെ ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്, എങ്കിലും ചെയ്യാൻ പറ്റും. ഏഴാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ,
ഇപ്പം നമ്മൾ മുമ്പിൽ ഒരു കടയിൽ പോയി നമുക്കിങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സാധനം ചെയ്യണം, ആ പുള്ളിയെടുത്ത് പെർമിഷൻ പേടിക്കണം, എന്നാലേ നമുക്ക് വീഡിയോ ചെയ്യാം. അങ്ങനെ ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? നമ്മളും ഇപ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു കാറ്റഗറിയിലും എടുത്തിട്ട് പുള്ളി സമ്മതിക്കുകയാണെങ്കിൽ സമ്മതിക്കട്ടെ, സമ്മതിക്കത്തില്ലെങ്കിൽ സമ്മതിക്കത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യാനുള്ള വർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം. അത് നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു ഓർഡറാണ്, നമുക്ക് എങ്ങനെയും വീഡിയോ ചെയ്യാം. പിന്നെ എട്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തണം. ആർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ ചെയ്യുന്ന ഈ വർക്കിന് സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം, റിയൽ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. എന്നാൽ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. 9ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല, എനിക്ക് മറ്റേത് കിട്ടുന്നില്ല. നോ വേ. നമുക്ക് എന്താ ഫാഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകാം. ഇപ്പം എനിക്കിപ്പോൾ ഇതാണ് ഫാഷൻ, എനിക്കിപ്പോൾ വേറെ ജോബില്ല, അത് കിട്ടുവാണെങ്കിലും അതും ചെയ്യും, മനസ്സിലായോ? പിന്നെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി ഒരിക്കലും യൂട്യൂബ് ചാനൽ ചെയ്യരുത്. പൈസ വരും, അതിനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യരുത്. നമുക്ക് നല്ല നല്ല കണ്ടന്റ് കിട്ടുവാണെങ്കിൽ അത് ചെയ്യുക. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നത്, കിട്ടും, പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ 10ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണുക. ഇതിനെക്കുറിച്ച്, നമ്മൾ ഈ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ടാൽ മാത്രമേ, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, അടിയുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റൂ. പിന്നെ ഈ ആവശ്യമില്ലാത്ത ചിന്താഗതികളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിനകത്ത് ടൈം കളയേണ്ടി വരുമെന്ന് വിചാരിക്കുന്നവർക്ക് ഇല്ല. നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നോ ആ വർക്കിനകത്ത് കിട്ടിയേക്കും. ആ സ്വപ്നം നമ്മൾ മനസ്സിൽ എപ്പോഴും കാണും. ഞാൻ 100K അടിക്കും, അല്ലെങ്കിൽ 1 lakh അടിക്കും എന്ന് മനസ്സ് സ്വപ്നം കണ്ടിട്ട് മുന്നോട്ട് പോകും. അടിപൊളിയായിരിക്കും ലൈഫ്. പിന്നെ 11ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, ആരെയും നോക്കരുത്, ഒരു മനുഷ്യനും നോക്കരുത്, നമ്മളങ്ങ് ഇറങ്ങുക. പിന്നെ കുറച്ച് അടികളും തിരിച്ചടികളൊക്കെ വരും, അതിനെല്ലാം ബേസ് ചെയ്യണം. പിന്നെ എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. പിന്നെ നമുക്ക് കണ്ടന്റ് കണ്ടുപിടിക്കാൻ മാത്രമായിട്ടൊരു ടൈം വെക്കണം നമ്മൾ. അത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം, നമ്മൾ പഠിച്ചത് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ എന്തിനോ വേണ്ടി കണ്ടന്റ് ഇരുന്ന് കുറേ ആൾക്കാർ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, റിയലായിട്ടിരുന്ന് വെറുത്തായിട്ടിരുന്ന് ആലോചിച്ച്, എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഓരോ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സിസ്റ്റർ നാട്ടിൽ വരുമ്പം പുള്ളിക്കാരത്തിന് എനിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ ഞാൻ ആരെയും ഒബ്സർവ് ചെയ്തിട്ടില്ല. ആരെങ്കിലും വരുമെന്നൊന്നും എനിക്ക് ഇല്ല, ഞാനത് ചെയ്യും. അങ്ങനൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു ടിപ്പുമായി വരുന്നവരെ ടാറ്റാ, ബൈ.